നിങ്ങൾക്കെതിരായോ നിങ്ങളുടെ മക്കൾക്കെതിരായോ സമ്പത്തിനെതിരായോ നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. ആ പ്രാർത്ഥിക്കുന്ന സമയമെങ്ങാനും ഇജാബത്തിന്റെ നേരമാണെങ്കിൽ അല്ലാഹു ആ പറഞ്ഞതിനെ അങ്ങനെ സാധിപ്പിച്ചു കളഞ്ഞേക്കും. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാനൽ ഇൻസാനു അജൂലാ, മനുഷ്യൻ വല്ലാതെ ധൃതി കാണിക്കുന്ന ആളാണല്ലോ. അവധാനത എന്താ കാണിക്കാത്തത്? മനുഷ്യൻ എന്താണ് ചിന്തിക്കാത്തത്? മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയാണ് ചോദിച്ചത്, മൂസ നബിയെ, ഭൂമിയിൽ അങ്ങയേക്കാളും അറിവുള്ള ഒരാളിന് വേറെയുണ്ടോ? മൂസ അലൈഹിസ്സലാമിന് അറിവില്ലായിരുന്നു. ഖിദ്ർ അലൈഹിസ്സലാം എന്ന ലദുന്നിയായ ഇൽമുള്ള അല്ലാഹു നേരിട്ട് ഇൽമു നൽകുന്ന ഒരു മലക്കിൻ്റെയോ ഒരു പ്രവാചകന്റെയോ ഒരു സഹായമില്ലാതെ അല്ലാഹു ഖൽബുകളിലേക്ക് ഇൽമിൻ്റെ വെളിച്ചമെറിഞ്ഞു കൊടുക്കുന്ന ലദുന്നിയായ ഇൽമുള്ള ആളുകൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ട് എന്ന് മഹാനവറുകൾക്കറിയില്ലായിരുന്നു. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അറിവുള്ള ആൾ. കാരണം അവർ റസൂലാണ്, ഖലീമുല്ലാഹിയാണ്, അള്ളാഹുവിനോട് സംസാരിച്ചവരാണ്. തൗറാത്ത് എന്ന് പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന, ജൂതന്മാരെ വിളിക്കുന്ന വിശുദ്ധമായ തൗറാത്തിന്റെ ആ ഒരു സത്യസന്ധമായ ഗ്രന്ഥം മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ശരിക്കും പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇപ്പൊ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള ആള്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസ നബിയെ, നിങ്ങൾ എൻ്റെ എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയുടെ കൂടെ നിങ്ങൾ യാത്ര പോകണമെന്ന് പറഞ്ഞ് മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര ചെയ്യാൻ പറഞ്ഞയച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഖിദ്ർ നബിയുടെ കൂടെ യാത്ര ചെയ്ത് മഹാനവറുകളുടെ കൂടെ ക്ഷമയോടെ നടന്ന് ഇൽമ് പഠിച്ചു വരാൻ വേണ്ടി അല്ലാഹു മൂസ നബിയെ പറഞ്ഞയച്ച രംഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഇൽമെന്ന് പറയുന്നത് ക്ഷമയോടുകൂടെ നേടിയെടുക്കാനുള്ളതാണ്. طول زمان إرشاد أستاذ وطول زمان. ഗുരുനാഥന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സമയമെടുത്ത് ആസ്വദിക്കേണ്ടതാണ് വൈജ്ഞാനിക യാത്ര എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽമിന് ക്ഷമ വേണം. നാട്ടിൽ കൂട്ടുകാരായ ആളുകളൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ പടച്ചവനെ എനിക്കതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് അറബി കോളേജിലും ദർസിലും പോകുന്ന മക്കൾക്ക് സങ്കടം തോന്നിയേക്കാം. ചിലപ്പോൾ അവർക്കൊക്കെ ലീവുണ്ട്, എനിക്ക് ലീവ് കിട്ടുന്നില്ലല്ലോ. അവരൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നല്ലോ, എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ. എനിക്ക് പഠിക്കാനുണ്ടല്ലോ, എനിക്കത് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ. ഖത്റുന്നത മനപ്പാഠമാക്കാനുണ്ട്, ഖുർആൻ ഹിഫ്ദ് ചെയ്യാനുണ്ട്, അൽഫിയ ബൈത്ത് പഠിക്കാനുണ്ട്, മസ്അലകൾ പഠിക്കാനുണ്ട്, കൂടെ സ്കൂളിലും പോകണം. ഇതൊന്നും എന്നെ കൊണ്ട് ആവുന്നില്ലല്ലോ എന്നൊക്കെ ഒരു വേള മക്കളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖിദ്ർ നബി ചോദിച്ച ചോദ്യം ഓർമ്മ വരണം. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. എൻ്റെ കൂടെ ക്ഷമയോടെ നിലകൊള്ളാൻ മൂസ നബിയെ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അഅസി ലക അംറാ. ഞാൻ ക്ഷമിക്കാം ഖിദ്ർ അലൈഹിസ്സലാം, ഞാൻ ക്ഷമിക്കാം. പക്ഷേ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ നിന്ന് അജലത്ത് സംഭവിച്ചു പോവുകയാണ്. അറിയാത്തൊരു ലോകത്തെക്കുറിച്ചുള്ള ലദുന്നിയായ ഇൽമ്
മൂസ നബി അലൈഹിസ്സലാമിന് ഇല്ലായിരുന്നു. മൂസ നബിയുടെ കിതാബിന്റെ ഇൽമ് ഖദർ നബിയുടെ കയ്യിലില്ല. ഖദർ നബി അലൈഹിസ്സലാമിന്റെ ഗൈബിയായ ഇൽമ് മൂസ നബിക്കും അറിയില്ല. രണ്ടും ഇൽമിന്റെ രണ്ട് തലങ്ങളാണ് എന്ന് വളരെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്ത ഭാഗമാണ് സൂറത്തുൽ കഹ്ഫ്. فوجدا عبدا من عبادنا آتيناه رحمة من عندنا. മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന അഖബ കടലും മെഡിറ്ററേനിയനല്ല, അഖബ കടലും അഖബ ഉൾക്കടലും സൂയസ് ഉൾക്കടലും രണ്ട് കടലുകൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിന്റെ ഭാഗമായ ഷർമു ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തെയാണ് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്നത് എന്ന് ചില ചരിത്ര നമ്മുടെ സമകാലികരായ പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു അലം. മജ്മഉൽ ബഹ്റൈനിൽ മൂസ നബി അലൈഹിസ്സലാമിന് മഹാനവറുകളുടെ ഇൽമിന്റെ ആ ഒരു പരിധിക്കപ്പുറത്ത് നിൽക്കുന്ന അജ്ഞാനീയങ്ങളായ വിഷയങ്ങൾ അറിയുന്ന ഒരു മഹാജ്ഞാനിയായ നബിയുണ്ട്, ജീവിച്ചിരിപ്പുള്ള നബി. അതും വെള്ളത്തിൽ കടലിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായൊരു പ്രവാചകനെ, അത്ഭുതകരമായ ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകനെ, അത്ഭുതകരമായ അറിവുകളുടെ കലവറയായൊരു മഹാനെ അല്ലാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളാണെങ്കിലും അവിടെ ക്ഷമിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അവർ യാത്ര ചെയ്ത കപ്പൽ ഖദർ അലൈഹിസ്സലാം അതിൻ്റെ ഒരു പലകയെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, ഖാല അഖറഖ്തഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജിഅത ശൈഅൻ ഇംറാ. ഖദർ നബിയെ, എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്തത്. ഈ കപ്പലുകാരുടെ കപ്പലിന്റെ പലക നിങ്ങൾ പൊട്ടിക്കുകയോ? ഉടനെ ചോദിച്ചു, മൂസ നബിയെ, ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ ക്ഷമിച്ച് നിങ്ങൾക്ക് കൂടാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തത്വിഅ മഇയ സബ്റാ. പറഞ്ഞു, മൂസ നബിയുടെ ക്ഷമാപണം വന്നു. ഖാല ലാ തുആഖിദ്നി ബിമാ നസീത് വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. എനിക്കൊരു മാപ്പ് നൽകണം, പറ്റിപ്പോയി, അതുകൊണ്ട് എന്നോട് പോകണമെന്ന് പറയരുത്, ഒരു അവസരം കൂടെ തരണം. മൂസ നബി അലൈഹിസ്സലാം യാചിച്ചു വാങ്ങി. മഹാനായ ഖദർ അലൈഹിസ്സലാമിൽ നിന്നൊരവസരം കൂടെ അവർ വീണ്ടും യാത്ര പോവുകയാണ്. ഖാല ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. യാത്ര പോവുകയാണ് അവർ. യാത്ര വീണ്ടും തുടർന്നു. ആ യാത്രയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം കുട്ടികളിൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ ഖദർ അലൈഹിസ്സലാം കഴുത്ത് ഞെരിച്ചു കൊന്നുകളയുന്നു. മൂസ അലൈഹിസ്സലാം ഇടപെട്ടു. ഖാല അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്. നിരപരാധിയായൊരു ശരീരത്തെ, സംശുദ്ധമായൊരു ആത്മാവിനെ എന്തുകൊണ്ടാണ് ഖദർ നബിയെ നിങ്ങൾ ഞെരിച്ചമർത്തി കൊന്നത്? ലഖദ് ജിഅത ശൈഅൻ നുക്റാ. വളരെ മോശമായി പോയല്ലോ നിങ്ങൾ ചെയ്തത് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. അതിനു മുമ്പ് പറഞ്ഞപ്പോൾ ഖാല അലം അഖുൽ ഇന്നക, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്. ഇപ്പൊ പറയുമ്പോ ഖാല അലം അഖുൽ ലക ഇന്നക, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് കഴിയൂല. നിന്നോട് എന്നൊരു ഗൗരവം ഈ രണ്ടാമത്തെ സംഭവത്തിൽ ഖദർ അലൈഹിസ്സലാം ലഖ എന്ന് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. പറഞ്ഞു മൂസ നബി, ഒരവസരം കൂടെ ഇനി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടണ്ട. ചരിത്രം നിങ്ങൾക്കറിയുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പോകുന്നത് ആരുടെയോ വീഴാറായൊരു മതില്. ഖദർ അലൈഹിസ്സലാം അവിടെ പോയി നേരെയാക്കാൻ. ആ നാട്ടുകാരാണെങ്കിലോ ഒരിറ്റ് വെള്ളം ഇവർക്ക് കുടിക്കാൻ പോലും കൊടുക്കാതെ പിശുക്ക് കാണിച്ച നാട്ടുകാരാണ്. അപ്പോൾ സ്വാഭാവികമായി മൂസ നബി ചോദിച്ചു, ഖദർ നബിയെ, ഈ മതിൽ ആരുടേതാണ് എന്ന് ചോദിച്ചൂടെ? എന്നിട്ട് ഞാൻ നന്നാക്കി തരട്ടെ, അതിന് പകരം ഒരു ഈത്തപ്പഴമെങ്കിലും എനിക്ക് പകരം തരുമോ കൂലിയായിട്ട് എന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ ഈ മതിൽ നന്നാക്കൽ എന്ന് ചോദിച്ചതിനാണ് ഇതുവരെ നടന്നതിന്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഇതോടുകൂടെ ഞാനും നിങ്ങളും യാത്ര പിരിയുകയാണ്. എന്തേ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആത്മിക ജ്ഞാനമുള്ള ഗൈബിയായ വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കഴിവ് നൽകിയ
അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളോ വലിയുകളോ ആയ മഹാന്മാരെ പരിചയപ്പെടാനോ കൂടെ നടക്കാനോ അവസരമുണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള വലിയ ക്ഷമ അവരുടെ മുരീദന്മാർക്ക് വേണ്ടി വരും. കാരണം നമുക്ക് പ്രാപ്യമല്ലാത്ത ഒരു ലോകമാണ് അവര് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. മൂസ നബി അലൈഹിസ്സലാം ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിച്ചത്. കപ്പൽ പൊളിക്കേ പറഞ്ഞു, ഞാൻ കപ്പൽ പൊളിക്കാൻ കാരണം ഈ ചരിത്രമൊക്കെ പറഞ്ഞതിന്റെ പുണ്യനബി തങ്ങൾ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു അഖീ മൂസ, എന്റെ സഹോദരൻ മൂസ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ലൗ സബറ, മൂസ നബി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ലഖസ്സ അലൈനാ മിൻ അംരിഹി മാ ലം യഖുസ്, ഇതുവരെ പറയാത്ത പലതും, ഇതുവരെ നമ്മൾ കേൾക്കാത്ത പലതും ഇനിയും ഖദർ നബിയിൽ നിന്ന് കേൾക്കാനും കാണാനും മൂസ നബിക്ക് അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ക്ഷമ ഉണ്ടായില്ലല്ലോ. മൂസ നബിയോട് ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോഴേക്കും അറിയാതെ ചോദിച്ചു പോയല്ലോ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കപ്പൽ പൊളിച്ചതിന്റെ കാരണം പറഞ്ഞെടുത്തു. അവിടെ രാജാവ് നല്ല കപ്പൽ കണ്ടാൽ അവർ ആ രാജാവ് ഇത് പിടിച്ചെടുക്കും. ഒരു പലക പൊട്ടിച്ചു എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, രാജാവ് ഇത് കാണുമ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഈ മിസ്കീന്മാരായ ആളുകൾക്ക് അവരുടെ കപ്പല് തിരിച്ചു കിട്ടണം, അവർക്ക് അത് തിരിച്ചു കിട്ടേണ്ടത് അനിവാര്യതയാണ്. അവർ നമ്മളെ കൂലിയില്ലാതെ ടിക്കറ്റ് എടുക്കേണ്ടതില്ലാതെ നമ്മളെ കൊണ്ടുപോയവരല്ലേ, അതുകൊണ്ട് ആ പലക അവരൊന്ന് ഫിക്സ് ചെയ്തോളും, ആ കപ്പൽ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. ഞാൻ അതിനാണത് ചെയ്തത്. കാരണം അവരെത്തിച്ചേരുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയോ ആ പോർട്ടിൽ ഒരു രാജാവ് നല്ല കപ്പൽ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടി വലുതായി വന്നാൽ ഒരു നാസ്തികനായി മാറുകയും അല്ലെങ്കിൽ പടച്ചവനില്ല എന്ന് പറയുകയും ആ കുഞ്ഞിന്റെ ഉമ്മയെയും ഉപ്പയെയും അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ കാരണമാവുകയും ആ ഉമ്മയും വാപ്പയും അവൻ കാരണം നരകത്തിലേക്ക് പോകാൻ ഇടയാകുമെന്ന് അള്ളാഹു എന്നെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ആ മതിൽ, അതിൻ്റെ താഴെ യതീമുകളുടെ സ്വത്തുണ്ടായിരുന്നു, അവരുടെ വാപ്പ കുഴിച്ചിട്ട് കൊടുത്തത്. ആ മതിൽ പൊളിഞ്ഞാൽ ആ വഴിക്ക് നടന്നു പോകുന്ന ആളുകൾ അത് കണ്ടെടുക്കും, അതവർക്ക് നഷ്ടമാകും. അത് നഷ്ടമാവാതിരിക്കാനാണ് ഞാനിത് ചെയ്തത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. മനുഷ്യനിൽ ധൃതി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വഖാനൽ ഇൻസാനു അജൂല, വല്ലാതെ ധൃതി കാണിക്കുന്നത്, മനുഷ്യൻ അക്ഷമ കാണിക്കുന്നത് നിയന്ത്രിക്കണം എന്ന് പറയുകയാണ് ഇവിടെ.